ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു കള്ളൻ്റെയാണ്. കള്ളൻ മാണിക്കൻ്റെ കഥ. പണ്ട് ഒരു ചെറിയ വീട്ടിൽ മാണിക്കൻ എന്നു പേരുള്ള ഒരു കള്ളൻ താമസിച്ചിരുന്നു. ഈ കള്ളൻ മാണിക്കനെ എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടോ. എന്താ കാരണം അറിയോ? അവൻ്റെ അരയിൽ ഒരു കത്തിയുണ്ട്, മലപ്പുറം കത്തി. അത് പേര് കേട്ട കത്തിയാ. ആ കത്തിയാണ് അരയിലുള്ളത്. അതുകൊണ്ട് കുത്തിയാൽ പിന്നെ ജീവൻ കിട്ടില്ല. എല്ലാവർക്കും ഇവനെ പേടിയാണ്. ഇവൻ രാത്രി ഒരു മണിയാകുമ്പോൾ വീടുകളിൽ കയറി വില പിടിച്ച സാധനങ്ങളെല്ലാം കട്ടെടുക്കും. എന്നിട്ട് കൊണ്ടുപോയി വിറ്റിട്ട് അവൻ കള്ളു കുടിക്കും. ഇവനെ കുറേ കാലം പോലീസുകാർ ജയിലിലൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ടും അവനൊരു പാഠവും പഠിച്ചില്ല. അവൻ വീണ്ടും ഇറങ്ങും. അവന് വേണ്ട സാധനങ്ങൾ കട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. അങ്ങനെയായിരുന്നു പതിവ്. ചെറുപ്പകാലം മുഴുവൻ നമ്മുടെ കള്ളൻ മാണിക്കൻ അടിച്ചു പൊളിച്ച് തന്നെ ജീവിച്ചു. അവൻ കിട്ടുന്ന കാശുകൊണ്ട് അന്തിക്കള്ളും മോന്തി പാട്ടും പാടി സുഖമായി കിടന്നുറങ്ങി വീട്ടിൽ. അവൻ ആരും വേണമെന്നില്ല. കാരണം എന്താ? അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസയുണ്ട്. എല്ലാത്തിനും അവന് അപ്പോൾ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ സുഖിച്ച വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഇവനെ വെറുത്തു. ഇവൻ്റെ ഭാര്യ ഇവനെ ഉപേക്ഷിച്ചു പോയി. മക്കളും ഇവൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. അവനങ്ങനെ വയസ്സായി. വാർദ്ധക്യം ബാധിച്ചു. കാലും കയ്യും അവൻ്റെ തളർന്നു. അവനൊരു മുക്കിൽ കിടപ്പായി. അവൻ ഉറക്കെ നിലവിളിച്ചു, ആരെങ്കിലും വരണേ, എനിക്ക് വിശക്കുന്നേ, എനിക്കൊരു തുള്ളി കഞ്ഞിവെള്ളം തരണേ. ഉറക്കെ നിലവിളിച്ചിട്ടും ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാണ് അവനെ ആരും തിരിഞ്ഞു നോക്കാതിരുന്നത്? അവൻ അവൻ്റെ നല്ല കാലത്ത് ചെയ്തു കൂട്ടിയ ഉപദ്രവങ്ങൾ എല്ലാവരും അവനെ അത് വെറുക്കാൻ കാരണമാക്കി. അങ്ങനെ അവൻ നിലവിളിച്ചിട്ട് ആരും വരാത്തതിനാൽ അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ റൂമിൻ്റെ അടുത്ത് ഒരു പട്ടി വാലാട്ടി നിൽക്കുന്നുണ്ട്. എന്താ കാരണമെന്നറിയാമോ? അവൻ കഴിക്കുന്ന ഇറച്ചിയുടെ എല്ലുകളും ബാക്കി സാധനങ്ങളൊക്കെ അവൻ ആ നായയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അവൻ ചെയ്ത ഏക നല്ല കാര്യം അതായിരുന്നു. ആ പട്ടി വാലാട്ടി അവൻ്റെ അടുത്ത് വന്ന് നിന്നു. പട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ സഹായിക്കാൻ പറ്റുമോ? ഇവനെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുമോ? ഇവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. അതൊരു നായയല്ലേ. അവനിങ്ങനെ സങ്കടത്തോടെ ഓർത്തു, ഈ പട്ടിക്ക് കൊടുത്ത പോലെ ഞാൻ കുറേ മനുഷ്യർക്ക് പല സഹായവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്നെ വന്ന് ഈ സമയത്ത് സഹായിക്കില്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് നടന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാകുമായിരുന്നില്ലേ? എൻ്റെ മക്കൾ അച്ഛാന്ന് വിളിച്ച് എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ലേ? അവൻ താൻ ചെയ്ത തെറ്റുകളെല്ലാം ഓർത്ത് കരയാൻ തുടങ്ങി. തേങ്ങി കരയാൻ തുടങ്ങി. അങ്ങനെ അവൻ അവിടെ കിടന്ന് ആരോരുമില്ലാതെ മരിച്ചു. അങ്ങനെ കള്ളൻ മാണിക്കൻ്റെ ശല്യവും ആ നാട്ടിൽ നിന്നും ഒഴിഞ്ഞുപോയി. അവൻ മരിച്ചപ്പോൾ എല്ലാവരും എന്തു പറഞ്ഞു? ഹോ, ശല്യം ഒഴിവായി കിട്ടി. അവൻ ചെയ്തതിന് അവൻ അനുഭവിക്കുക തന്നെ ചെയ്തു. ദൈവം അവന് നല്ല ശിക്ഷ തന്നെ കൊടുത്തു. എല്ലാവരും അവനെ ശപിച്ചു. അവൻ്റെ ആത്മാവിന് പോലും അങ്ങനെ ഒരു പേരാണ് കിട്ടിയത്. കഥ എങ്ങനെയുണ്ട്? ഈ കഥയിൽ നിന്നും നമ്മൾ വലിയൊരു പാഠമാണ് പഠിക്കേണ്ടത്. എന്താണെന്നറിയാമോ? ജീവിക്കുന്ന കാലം നാം മറ്റാരെയും ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് എത്ര പട്ടിണിയാണെങ്കിലും ഒരാളുടെയും ഒരു സാധനവും മോഷ്ടിക്കാൻ പാടില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്താണ്? മോഷണമാണ്. നമ്മൾ അധ്വാനിച്ച് 10 രൂപ സമ്പാദിച്ചാൽ അത് മതി. നമ്മുടെ മനസ്സിനും സന്തോഷമാണത്. നമ്മളെല്ലാവരും വെറുക്കില്ല, സ്നേഹിക്കും. അപ്പം മോഷണം കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണ്. ഒരിക്കൽ മോഷ്ടിച്ചാൽ പിന്നെ ഇന്നും അവൻ കള്ളനായിരിക്കും. അതുകൊണ്ട് ആരുടെയും ഒന്നും കട്ടെടുക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കളും അധ്യാപകരും, അല്ലേ? അപ്പം കൊച്ചുമക്കൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.